നിങ്ങളുടെ ഒരു വലിയ കഴിവുകേടിനെ കണ്ടവർ ഒക്കെ യേശുവിൻ്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുകയും അതേ തുടർന്ന് ആ വിഷയം അവസാനിക്കുകയും ചെയ്യുന്ന കാഴ്ച കാണാൻ പോകുകയാണ്. ഇന്ന് നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന ആ വലിയ കാര്യം യേശുവിൻ്റെ മഹത്വപൂർണമായ ഇടപെടൽ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടും സോൾവ് ചെയ്യും. അങ്ങനെ നിങ്ങളുടെ ഇന്ന് വരെ ഉണ്ടായിരുന്ന ഒരു സങ്കടം ഇനി മുതൽ അങ്ങോട്ട് ഒരു വലിയ സാക്ഷ്യമായി എഴുന്നേറ്റ് വരാൻ പോകുന്നു. കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന ജീവിത പ്രയാസത്തിൻ്റെ ഇടയിൽ യേശു വെളിപ്പെടുകയാണ്. യേശു വെളിപ്പെട്ട് കഴിയുന്നതിൻ്റെ ശേഷം ഇന്നലകളിലെ ആ ഒരു സങ്കടപൂർണമായ അവസ്ഥ പുതിയൊരു സാക്ഷ്യമായി ഉയരും. നിങ്ങളെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടതിന് നിങ്ങൾ അകപ്പെട്ട് കിടക്കുന്ന പ്രശ്നങ്ങളുടെ ഉള്ളിൽ നിന്ന് എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് സന്തോഷത്തോടെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. വലിയ ആനന്ദത്തോടും ജയത്തോടും ഇന്നത്തെ ദൂത് നമുക്ക് കേൾക്കാം. ലോകത്തിൻ്റെ നാനാകോണുകളിൽ കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ, ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം. പുതിയ നിയമ ചരിത്രത്തിലെ ആദ്യത്തെ സുവിശേഷമാണ് മർക്കോസിൻ്റെ സുവിശേഷം. ബൈബിളിലെ ആദ്യത്തെ സുവിശേഷം മത്തായിയുടെ സുവിശേഷമാണല്ലോ എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരും പുതു നിയമത്തിൽ. പക്ഷേ ചരിത്രപരമായി ആദ്യമായി എഴുതപ്പെട്ടത് മർക്കോസിൻ്റെ സുവിശേഷമാണ്. ഈ മർക്കോസിൻ്റെ സുവിശേഷം തുടങ്ങുമ്പോൾ മുതൽ ഭയങ്കരമായൊരു കുതിര പാഞ്ഞു പോകുന്ന വേഗതയിൽ യേശുവിൻ്റെ പ്രവർത്തികളെക്കുറിച്ചാണ് മർക്കോസ് അങ്ങ് എഴുതി വിശാലമാക്കുന്നത്. ഈ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചിരിക്കുന്ന തിരുവചനം നമുക്ക് കേട്ടാലോ? 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ളതായ പരിശുദ്ധമായ തിരുവചനങ്ങൾ. ചില ദിവസം കഴിഞ്ഞ ശേഷം യേശു പിന്നെയും കപർന്നഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ട് എന്ന് ശ്രുതിയായി. ഉടനെ വാതിക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാരം നിമിത്തം അവനോട് സമീപിച്ചുകൂടായികയാൽ അവനിരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പുര പൊളിച്ചു. എന്നിട്ടോ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. താഴേക്ക് വായിക്കുമ്പോൾ, ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു കിടക്കയെടുത്തു. എല്ലാവരും കാണുക പുറപ്പെട്ടു. എല്ലാവരും വിസ്മയിച്ചു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ച് ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഒരു വീട്ടിൽ യേശു വന്നു. ആ വീട്ടിലേക്ക് നാട് ഇളകി വന്നു. യേശു ഉള്ള വീട്ടിൽ പ്രത്യേകതകൾ ഒത്തിരി ഉണ്ടേ. പുറത്ത് കിട്ടാത്ത പലതും യേശുവുള്ള വീടിൻ്റെ അകത്ത് കിട്ടും. ലോകത്ത് വേറെ എങ്ങും കിട്ടാത്ത കാര്യങ്ങൾ യേശുവുള്ള വീടിൻ്റെ അകത്ത് ലഭിക്കും. യേശു മരിച്ചു കിടക്കുന്ന കുഞ്ഞുള്ള വീടിൻ്റെ അകത്തെ മുറിയിൽ കയറി വന്നാൽ അവിടെ അതുവരെ കരയുന്നവർ പുറത്താകും. മരിച്ചു കിടക്കുന്ന കുഞ്ഞുവാവ അല്ലെങ്കിൽ ആ പെൺകുട്ടി എഴുന്നേൽക്കും. യേശു വീട്ടിൽ വന്നാൽ തീർന്നു പോയ വീഞ്ഞ് വർദ്ധിക്കും, പിന്നെയും പുനരുൽപാദിപ്പിക്കപ്പെടും. യേശു വീട്ടിൽ വന്നാൽ ഏത് വ്യക്തിക്കും യേശുവിൻ്റെ കൂടെ വിരുന്നിലിരിക്കാനുള്ള സൗഭാഗ്യം ലഭിക്കും. യേശു വീട്ടിൽ വന്നാൽ യേശുവിൻ്റെ പാദ ശുശ്രൂഷ ചെയ്യാൻ നമുക്ക് അവസരമുണ്ടാകും. യേശു വീട്ടിൽ വന്നാൽ സൗഖ്യമുണ്ട്, വിടുതലുണ്ട് എന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ കൺമുമ്പിൽ ആർക്കും ചെയ്യാൻ കഴിയാത്ത അതിശക്തമായ വീര്യപ്രവൃത്തികളും ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു വേദവചനമാണ് ഇപ്പോൾ വായിച്ചു കേൾപ്പിച്ചത്. യേശു നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ലോകത്തും മറ്റു പലർക്കും ഇല്ലാത്ത ചില വിശിഷ്ടമായിരിക്കുന്ന അവകാശങ്ങൾ യേശു ഉള്ളവർക്ക് അവകാശപ്പെടാനുണ്ടാകും. യേശു ഉള്ള സ്ഥാപനം മറ്റ് സ്ഥാപനങ്ങൾ പോലെ ആയിരിക്കില്ല. അതിന് സ്വർഗത്തിൻ്റെ ഒരു അനുഗ്രഹം കൂടുതലായി ഉണ്ടാകും. യേശുവുള്ള ഒരു തലമുറ അത് സാധാരണ വ്യക്തികളെ പോലെയോ കുട്ടികളെ പോലെയോ ആയിരിക്കുകയില്ല. അത്
ദൈവത്തിൻ്റെ പ്രത്യേക കാര്യപരിപാടിക്ക് ഉതകുന്ന ഭാവിയിലേക്ക് ഡിസൈൻ ചെയ്യപ്പെട്ടു തന്നെ വളരും. യേശുവുള്ള ദാമ്പത്യം കേവലം ഒരു കുടുംബമായിരിക്കില്ല, അത് ദൈവിക സന്തോഷത്തിൻ്റെ ഒരു മിനിയേച്ചറായിരിക്കും. യേശുവുള്ള വീട്ടിൽ എല്ലാമുണ്ട്. യേശു ഇല്ലാത്ത അവസ്ഥ വളരെ പരിതാപകരമാണ്. യേശു ഉള്ള വീട്, ആ വീടിൻ്റെ അകത്തുള്ളവരും പുറത്തുള്ളവരും, അല്ലെങ്കിൽ യേശുവുള്ള വീട്ടിൽ കയറാൻ ഭാഗ്യം ലഭിച്ചവരും യേശുവുള്ള വീടിൻ്റെ അകത്തേക്ക് ഇതുവരെ കയറാൻ പറ്റാത്തവരും, ഇങ്ങനെ രണ്ടുവിധ മനുഷ്യ സമൂഹങ്ങൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശുവുള്ള വീട് ഏതാ? യേശുവുള്ള വീട് സഭയാണ്. യേശുവുള്ള വീട്ടിലേക്ക് കയറണമെങ്കിൽ സഭയിലാകണം. ദൈവസഭയിൽ എങ്ങനെയാണ് കയറുന്നത്? അത് കർത്താവായ യേശുവിലൂടെ വെളിപ്പെട്ട രക്ഷയുടെ സന്തോഷം കൈക്കൊണ്ടാൽ മാത്രമേ കടക്കാൻ കഴിയൂ. സ്വാഭാവികമായ വാതിലുകളിലൂടെ പലപ്പോഴും കടക്കാതെ വരുമ്പോൾ മേൽപ്പുരകൾ പലപ്പോഴും പൊളിക്കേണ്ടതായിട്ടൊക്കെ വരും. അതിൻ്റെ അർത്ഥം നമ്മളുടെ ജീവിതത്തിൽ സാധാരണ നിലയിലുള്ളതായ അവസരങ്ങൾ കർത്താവിലേക്ക് കയറാൻ ലഭിച്ചിട്ടും നമ്മളതിന് കൂട്ടാക്കാതെ ഇരുന്നാൽ പലപ്പോഴും അല്പം കൂടെ കാഠിന്യമായ പ്രവൃത്തികളിലൂടെ മാത്രമാണ് നമുക്ക് യേശുവിലേക്ക് അടുക്കേണ്ടതായ അവസരങ്ങൾ ഒരുങ്ങുന്നത്. ഓൾറെഡി കർത്താവിലെത്തിയവർക്ക് ഇത് പെട്ടെന്ന് കണക്കിടാവും. സ്വാഭാവികമായിട്ട് സുവിശേഷം കേട്ടിട്ടും അത് കൈക്കൊള്ളാതെ പോയവർ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഒരു അഗ്നിപരിശോധനയുടെ നടുവിലൂടെ കടന്നുപോയി യേശുവിനെ കൈക്കൊണ്ട സാക്ഷ്യങ്ങൾ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ശ്രദ്ധയിലുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ സുഗമമായ വാതിലുകളിൽ തിരക്കുകൾ ഉണ്ടാകുന്നതിന് മുൻപ് അടുക്കാൻ കഴിയുന്ന കാലത്ത് യേശുവിനോട് ഒരു നാഴിക കൂടെ അടുത്തിരിക്കാൻ നമ്മൾ തയ്യാറാകണം. യേശുവുള്ള വീട്ടിൽ കയറണം, സഭയ്ക്കകത്തേക്ക് വരണം, ദൈവസഭയായി നമ്മൾ മാറണം, ദൈവഭവനത്തിലേക്ക് നമ്മൾ കയറണം. അതിൻ്റെ അകത്ത് തളർന്നവനെ എഴുന്നേൽപ്പിക്കുന്ന ദൈവകൃപയുണ്ട്. അതിൻ്റെ അകത്ത് വീണുപോയവനെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ശക്തമായ ദൈവകരത്തിൻ്റെ പ്രവൃത്തികളുണ്ട്. നമ്മൾക്ക് ഇന്ന് രാവിലെ കർത്താവിൻ്റെ ഭവനത്തിൻ്റെ നന്മകളിലേക്കൊന്ന് കടക്കാം. യേശു ഇരിക്കുന്ന വീടിനകത്തേക്ക് 4 പേർ ചേർന്ന് ഒരു മനുഷ്യനെ ചുമന്നുകൊണ്ട് വന്നു. നമ്മുടെ പ്രാർത്ഥനയായിരിക്കാം, സുവിശേഷ പ്രഘോഷണങ്ങളായിരിക്കാം, നമ്മൾ ചെയ്യുന്ന ആധ്യാത്മിക ശുശ്രൂഷകളും സ്നേഹബന്ധങ്ങളും മറ്റൊരാളുടെ സന്തോഷത്തോടുകൂടെ കർത്താവിലേക്ക് ക്ഷണിക്കുന്നതും പരിചയപ്പെടുത്തുന്നതുമായ ഒരു ഫോൺ കോളോ ചെറുതോ വലുതോ ആയ ഏത് അറ്റംപ്റ്റുകളും, ഒരുപക്ഷെ ഈ ശുശ്രൂഷ മറ്റൊരാൾക്ക് നിങ്ങളുടെ ഒരു ഷെയറിംഗ് ബട്ടൺ കൊണ്ട് ഷെയർ ചെയ്യുന്നത് പോലും അങ്ങനെ മറ്റൊരാളെ കർത്താവിലേക്ക് ചുമക്കുന്നതിന് കാരണമാകുന്ന ഒരു പ്രവൃത്തിയാണ്. നിങ്ങൾ ചെയ്യുന്ന ചെറുതും വലുതുമായ സകല കാര്യങ്ങളിലും ദൈവകൃപയുടെ ഒരു അംശമുണ്ട്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെ പുറകിലും ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ മുഖാന്തിരമുണ്ട്. നിങ്ങൾ കോരിയ ഓരോ തൊട്ടി വെള്ളത്തിലും വീഞ്ഞായി തീരുന്ന ഒരു പുതിയ അത്ഭുതത്തിൻ്റെ തുടക്കങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ പൊതിഞ്ഞുകൊണ്ടുവന്ന അപ്പപ്പൊതിക്കകത്ത് 10,000ങ്ങളുടെ വയറ് നിറയുന്ന ഒരു വലിയ വിരുന്നിൻ്റെ ആരംഭമുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ചെറിയ കാര്യം ഒരു വലിയ തുടക്കത്തിന് കാരണമായി തീരും. തുടക്കങ്ങൾ ഗംഭീരങ്ങളാകണമെന്നില്ല, തുടക്കങ്ങൾ ചെറുതാണ്, പക്ഷേ ആ തുടക്കങ്ങളിലൂടെ വളർന്നു വരുന്നതാണ് ഗംഭീര പദ്ധതികളായി മാറുന്നത്. നിങ്ങൾ കർത്താവിൽ ആശ്രയിച്ച് ഇന്ന് ചെയ്യുന്ന ഏത് കാര്യവും വളരും. അതൊരു കുഞ്ഞ് നിക്ഷേപത്തിന് ഇറങ്ങുന്നതാണേലും, ഒരു ചെറിയ ചിട്ടിക്ക് ചേരുന്നതാണേലും, നിങ്ങളൊരു പുതിയ സ്ഥലം നോക്കാൻ പോകുന്നതാണേലും, ഒന്നിന് അഡ്വാൻസ് കൊടുക്കുന്നതാണേലും, ഒരു പുതിയ പ്രോസസ്സിങ്ങിന് വേണ്ടി ഒരുങ്ങുന്നതാണേലും ദൈവം അതിനെ അനുഗ്രഹിക്കും. നിങ്ങൾക്കൊരു സന്തോഷം അതിലൂടെ എൻ്റെ യേശു കർത്താവ് തരിക തന്നെ ചെയ്യും. യേശുവുള്ള വീട്ടിലേക്ക് ഈ പക്ഷപാത രോഗിയെ കൊണ്ട് വരുമ്പോൾ 4 ആൾ ചുമന്നുകൊണ്ട് വന്നു. നമുക്ക് ചുമട്ടുകാരാകണം കേട്ടോ. കർത്താവിനെ ചുമക്കുന്ന കഴുതയാകണം. യേശുവിലേക്കും മനുഷ്യരെ ചുമക്കുന്ന ജോലിയും നമുക്ക് ഏറ്റെടുക്കണം. ആമേൻ. തനിയെ എത്താൻ കഴിയാത്തവനെ ഒന്ന് താങ്ങിക്കൊണ്ട് വരാനുള്ള ഒരു നിയോഗം കർത്താവ് നമ്മുടെ മേൽ വെക്കുന്നു. നീ പരസ്യോഗം ചെയ്യുന്ന ആളാണോ കർത്താവിൻ്റെ കുഞ്ഞെ? അത് ചെയ്യണം. സുവിശേഷം മറ്റൊരാളോട് പറയുന്ന ആളാണോ? അത് ചെയ്യണം. മറ്റൊരാളുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ച് അവരെ ബലപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷ ചെയ്യുന്ന ആളാണോ? ചെയ്യണം. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചത് നിങ്ങൾ ചെയ്യുക. ലോകം അതിൻ്റെ നേരെ എങ്ങനെയൊക്കെ പ്രതികരിച്ചാലും അതിലൊന്നും നിങ്ങൾ കലങ്ങാൻ നിൽക്കരുത്. നിങ്ങളുടെ മനസ്സാക്ഷി ദൈവസന്നിധിയിൽ കുറ്റമറ്റതാണെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ധൈര്യത്തോടെ നിങ്ങളുടെ ദൗത്യത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. അവരുടെയും ഇവരുടെയും അഭിപ്രായങ്ങൾ കേട്ടല്ല നമ്മളാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൽ ദൈവം നൽകി അംഗീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ആ ശരികളിൽ തന്നെ ഊന്നി മുന്നോട്ടേക്ക് പോവുക. നോക്കുക, കർത്താവിൻ്റെ കുഞ്ഞെ, യേശുവിൻ്റെ മുൻപിലേക്ക് രോഗിയായിരിക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് വെച്ചു. പാരലൈസ്ഡ് ആണ്, സ്ട്രോക്ക് പോലെയുള്ളൊരു രോഗം വന്ന് തളർന്നു കിടക്കുകയാണ്. ആ മനുഷ്യനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കണം. കർത്താവായ യേശു ആ മനുഷ്യനെ കണ്ടപ്പോൾ
അയാളെ ചുമന്നുകൊണ്ട് വന്ന വ്യക്തികളുടെ വിശ്വാസം കണ്ടിട്ടാണ് പറയുന്നത്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നുവെന്ന്. നമ്മളെടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ്, നമ്മളെടുക്കുന്ന ഒരു പ്രത്യേകമായൊരു ചലഞ്ച്, അത് ചിലരുടെ വിടുതലിന് കാരണമാകും. കർത്താവ് നമ്മളുടെ ആ പരിശ്രമത്തെ മാനിക്കാതിരിക്കില്ല. നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ നടക്കും. നമ്മൾ കർത്താവിനെ പരിചയപ്പെടുത്തിയതിൻ്റെ പേരിൽ കർത്താവിൽ ഒരു വിശ്വാസവും ഇല്ലാത്തവർ പോലും യേശുവിലേക്കൊന്നടുത്താൽ നമ്മളുടെ ആ ഒരു താല്പര്യം നിമിത്തം, നമ്മളെടുത്ത എഫേർട്ട് നിമിത്തം നമ്മളെ ആദരിക്കേണ്ടതിന് ദൈവപ്രവൃത്തി അവിടെ ഉണ്ടാകും. അതുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞ ഒരു വാക്ക് ഇത്തരണത്തിൽ ഞാൻ പറയുന്നു, നമ്മളുടെ പ്രയത്നങ്ങളൊന്നും ക്രിസ്തുയേശുവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമായിരിപ്പീൻ. അതുകൊണ്ട് ഏറ്റവും ശക്തമായ വിധത്തിൽ കർത്താവ് നമ്മളോട് പറയുന്നു, നീ എനിക്ക് വേണ്ടി ചെയ്യുന്നതൊന്നും വൃഥാവല്ല. പരമനാഥനായ നമ്മുടെ പൊന്നു കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ നാമം സ്നേഹിച്ച് ഒരു മനുഷ്യൻ എൻ്റെ നാമത്തിൽ ഒരല്പം വെള്ളം ഒരാൾക്ക് കുടിക്കാൻ കൊടുത്താൽ അതിനുപോലും പ്രതിഫലം കിട്ടാതെ പോകുകയില്ല. എന്നെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുന്ന ഒരു വ്യക്തി, അവനെ എൻ്റെ പിതാവിൻ്റെയും എൻ്റെ ദൂതന്മാരുടെ മുമ്പാകെ ഞാനും ഏറ്റുപറയും. നിങ്ങളോട് ഇന്ന് രാവിലെ ഈ ദൂത് പറയുമ്പോൾ ഞാൻ യേശു എൻ്റെ കർത്താവാണ്, യേശു വിടുവിപ്പാൻ മതിയായവനാണ്, പാപവിമോചകനാണ് എന്ന് ഞാൻ ഓരോ ദിവസവും ജനലക്ഷങ്ങളോട് പറയുന്നൊരു ദേവദാസനാണ്. എനിക്കൊരു വലിയ സന്തോഷവും ധൈര്യവും ബോധ്യവുമുണ്ട്. ആരെന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും എൻ്റെ യേശു എന്നെക്കുറിച്ചൊരു വാക്ക് പറയും. ആ വാക്ക് എന്താണെന്നറിയാമോ? ക്രിസ്റ്റി. അവൻ എന്നെക്കുറിച്ച് ആയിരങ്ങളോട് പറയുന്നു, എനിക്കത് മതി. നമ്മൾ കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ അവരും ഇവരും എന്ത് പറയുന്നു എന്നുള്ളതല്ല, നമ്മൾ പറയുന്നത് യേശു അക്സെപ്റ്റ് ചെയ്യുമ്പോൾ പിതാവിൻ്റെയും തൻ്റെ ദൂതന്മാരുടെ സവിധത്തിൽ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയാൻ എനിക്കൊരാളുണ്ട്, അതിൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ചുമക്കുന്നവൻ്റെ വിശ്വാസത്തെ ആദരിക്കുന്ന യേശു എൻ്റെ വിശ്വാസത്തെ ആദരിക്കും, നമ്മളുടെ പ്രവൃത്തികളെ പൂർണ്ണതയിലേക്ക് എത്തിക്കും. പക്ഷവാതക്കാരനോട് പറഞ്ഞു, മകനെ എഴുന്നേൽക്കൂ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. യേശു ഈ വാക്ക് പറയുമ്പോൾ അവിടെ പരിസരത്തൊരു വലിയ കലഹമുണ്ട്. കാരണം കർത്താവ് അന്ന് മനുഷ്യനായിട്ടാണ് ഭൂമിയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നടുവിലിരിക്കുന്ന ഒരു സാധാരണപ്പെട്ട മനുഷ്യൻ ഒരാളോട് ദൈവത്തിന് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ നിന്റെ പാപങ്ങൾ ഞാൻ മോചിച്ചു തന്നിരിക്കുന്നു മകനെ എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പറയുന്നേ, എന്നതൊക്കെ കാട്ടിക്കൂട്ടുന്നേ, ദൈവദൂഷണമല്ലേ പറയുന്നേ, ദൈവത്തെ നിരക്കാഴികയിലെ ചെയ്യുന്നേ എന്നൊക്കെയുള്ള വിവിധങ്ങളായ അഭിപ്രായങ്ങൾ സൊസൈറ്റിയിൽ നിന്ന് ഉയർന്നു വരും. യേശു അപ്പോൾ അവിടെ ഇരുന്നവരോട് പറഞ്ഞു, എനിക്ക് അധികാരമുണ്ട്. ദാറ്റ് മീൻസ് ഞാൻ ദൈവമാണ്. ഇതാണ് കർത്താവ് അവിടെ പ്രൂവ് ചെയ്യുന്നത്. ഞാൻ ദൈവമാണ് എന്നുള്ള തൻ്റെ ഡിവിനിറ്റി, തൻ്റെ ആ ഒരു ദൈവികത അത് പ്രൂവ് ചെയ്തുകൊണ്ട് യേശു ആ വ്യക്തിയോട് പറയുകയാണ്, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു, കിടക്കിയെടുത്ത് നടന്നുകൊള്ളുക. ഉടനെ ആ മനുഷ്യൻ എഴുന്നേറ്റു, കിടക്കിയെടുത്ത് നടന്നു. അതായത് പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ് ആ രോഗശാന്തി അവിടെ നടക്കുന്നത്. ചുരുക്കത്തിൽ അയാളെ കിടത്തിക്കളഞ്ഞത് അയാളുടെ ജീവിതത്തിൻ്റെ പാപമാണ്. ഒന്ന് ഞാൻ പറയട്ടെ, ചില ശയ്യകൾ വിട്ടുമാറാത്തത്, ചില പ്രയാസങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഒതുങ്ങാത്തത്, അതിൻ്റെ കൂടെ നമ്മൾ വിട്ടുകളയാതെ വെച്ചുകൊണ്ടിരിക്കുന്ന ചില പാപസുഖങ്ങളെ നാം പിടിച്ചുകൊണ്ടിരിക്കുന്നതിനാലാണ്. കളയണം, വിട്ടുകളയണം. ഈ പാപം ചില നന്മകളെ നമ്മളിൽ നിന്ന് അകറ്റും. പാപം പലതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളഞ്ഞെങ്കിലും വിഷമിക്കേണ്ട, കൃപ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങളുമായിട്ടാണ് കടന്നു വരുന്നത്. പാപം നിങ്ങളെ തോൽപ്പിച്ച് കളഞ്ഞെടുത്ത് കൃപ നിങ്ങളെ ജേതാവാക്കി മാറ്റും. നമുക്ക് ദൈവത്തിൻ്റെ കൃപയിൽ ഇന്ന് രാവിലെ ആഹ്ലാദിക്കാം. അത് നിമിത്തം നമുക്ക് യേശുവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നോക്കുക, യേശു ആ മനുഷ്യനോട് പറഞ്ഞു, മകനെ എൻ്റെ പാപങ്ങൾ ഞാൻ മോചിച്ചു തന്നിരിക്കുന്നു, കിടക്കിയെടുത്തുകൊണ്ട് നടക്കുക. ഇന്ന് ഒരുപക്ഷെ നമ്മുടെ ഭവനത്തിൽ പല പ്രിയപ്പെട്ടവരും ദൈവത്തിന് നിരക്കാഴിക ചെയ്യുന്നുണ്ടായിരിക്കാം. മനസാക്ഷിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ വയ്യാത്ത ചില തിന്മകൾ അവർ പ്രവർത്തിക്കുന്നുണ്ടാകാം. പാപം പച്ചവെള്ളം പോലെ കുടിക്കുന്ന പ്രവണത നമ്മുടെ വീട്ടിൽ പലർക്കും ഉണ്ടാകാം. നമുക്കും ചില തെറ്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമുക്കതിനെ ഉപേക്ഷിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർ ചെയ്തു കൂട്ടുന്ന വേദനകളുടെ പേരിൽ നമുക്ക് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം, കർത്താവെ അവരോട് ക്ഷമിക്കണമേ. ക്രൂശിൻ്റെ മാതൃക അതാണ്. തൻ്റെ കൈകളിലും കാലുകളിലും ആണികളും തലയിൽ മുൾക്കിരീടത്തിൻ്റെ മുറിവുകളുമായി രക്തത്തിൽ കുളിച്ചു കിടക്കുമ്പോൾ നമ്മുടെ അരുമനാഥനായ പൊന്ന് യേശു പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, പിതാവേ ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആ പ്രാർത്ഥനയുടെ മനോഹാരിത മനസ്സിലായോ? ഒപ്പമുള്ളവർ കാട്ടിക്കൂട്ടുന്ന ദോഷങ്ങൾ നിമിത്തം ഞാൻ ക്രൂശിക്കപ്പെടുകയാണ്, പക്ഷെ അവരറിയുന്നില്ല എന്താണ് അവർ ചെയ്യുന്നതെന്ന്. ഇതുപോലെ ക്രൂശ് അനുഭവിക്കുന്ന ദൈവമക്കളുണ്ട്.
ഒറ്റയ്ക്ക് കർത്താവിന് വേണ്ടി നിൽക്കുന്നു. എന്നാൽ വീട്ടിലുള്ള മറ്റു പലരും ചെയ്യാവുന്ന എല്ലാവിധ ദൈവദൂഷണ നടപടികളും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കർത്താവിന് നിരക്കാത്ത എല്ലാ പരിപാടികളും ചെയ്യുന്നു. ചോര വാർന്ന് കിടക്കുന്ന ആ ഒരു വേദനയുടെ ഹൃദയവുമായി അവർ ദൈവത്തോട് കരയുന്ന കരച്ചിൽ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുന്നുണ്ട്. നിങ്ങൾ ഈ അനുഭവിക്കുന്ന വേദന നിങ്ങൾക്ക് മുമ്പ് യേശു അനുഭവിച്ചതാണ് എന്ന് ഞാൻ പറയട്ടെ. കർത്താവിനെ നമുക്കിവിടെ മാതൃകയാക്കാം. അവർക്കൊരു രൂപാന്തരം കൊടുക്കണമേ, അവർക്കും ക്ഷമ നൽകണമേ, അവരെയും നീതിബോധത്തിലേക്ക് നയിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും കൂടുതൽ നമ്മളെ അലോസരപ്പെടുത്തുന്ന വ്യക്തികൾ നമ്മുടെ പ്രാർത്ഥന നിമിത്ത കൃപയിലേക്ക് വരും. ഇന്നലെ വൈകുന്നേരം എൻ്റെ അടുക്കൽ ഒരു ചെറുപ്പക്കാരൻ എന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നു. ആ പയ്യനുമായിട്ട് ഞാൻ ഏതാണ്ട് ഒരു 1/4 മണിക്കൂറോളം പല കാര്യങ്ങൾ സംസാരിച്ചു. കടുത്ത മദ്യപാനിയായിരുന്നു. കോട്ടയം നഗരത്തിൽ ഏറ്റവും നല്ല കൂട്ടുകെട്ടിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. എല്ലായിടത്തും ബന്ധങ്ങളുണ്ട്, എല്ലായിടത്തും കമ്പനിയാണ്, ഭയങ്കര സൗഹൃദമാണ്. അങ്ങനെ കുടിച്ച് ജീവിതത്തിൻ്റെ നല്ല കാലത്ത് ആരംഭിച്ച വിവാഹബന്ധം ഒരു വല്ലാത്ത സങ്കടത്തിലേക്ക് എത്തി. കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളിൽ മനസ്സൊക്കെ തളർന്ന് ഈ കൊച്ചിങ്ങനെ നിൽക്കുന്ന വേളയിൽ ഒരു പ്രാർത്ഥനയ്ക്ക് അവൻ്റെ അമ്മ പോയി. ആ പ്രാർത്ഥനയ്ക്ക് അമ്മ പോയി ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് ഒറ്റ അപേക്ഷയുള്ളൂ, കർത്താവേ, എൻ്റെ കുഞ്ഞിൻ്റെ മദ്യപാനം നിർത്തണമേ. അന്ന് അവിടെ കേട്ട ദൈവശബ്ദം, നിൻ്റെ മകനെ ഇപ്പോൾ ഞാൻ തൊടുന്നു എന്നുള്ളതായിരുന്നു. അവൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, അന്ന് പകൽ ഞാൻ എൻ്റെ വീട്ടിൽ കട്ടിലിൽ കിടക്കുമ്പോൾ കമഴ്ന്ന് കിടക്കുകയാണ്. എൻ്റെ ഈ കൈ ആരോ പിരിച്ചെൻ്റെ പുറകിൽ കൊണ്ടുവന്ന് വെക്കുന്നത് പോലെയും എൻ്റെ ഈ കൈ എടുത്ത് ഇങ്ങനെയും കൂടെ വെക്കുന്നത് പോലെയും ഒരു അനുഭവം ഉണ്ടായി. ഇങ്ങനെ തല വെച്ച് ഇങ്ങനെ കിടക്കുന്നു, പുറകിലെ കൈ അനക്കാൻ വയ്യ, ഈ കൈ എടുക്കാൻ വയ്യ. ഒരു ഗൺ പോയിന്റിൽ ഒരാൾ നിർത്തിയിരിക്കുന്നത് പോലെ എന്നെ കുറേ നേരം ആരോ ഒന്ന് പിടിച്ചു നിർത്തി. എൻ്റെ ദേഹത്തുനിന്ന് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാകുന്ന എനിക്ക് അനുഭവപ്പെട്ടു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ കാര്യങ്ങൾ കണ്ടു, ഒരു സ്വപ്നം പോലെ കണ്ടു. പക്ഷേ എനിക്കകത്ത് നല്ല ബോധ്യമുണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ എഴുന്നേറ്റു. എൻ്റെ മുട്ടും കൈയും കാലും ആലില പോലെ വിറച്ചു എന്നാണ് പറഞ്ഞത്. കുറച്ച് നേരത്തേക്ക് അതിങ്ങനെ കിടന്ന ചെണ്ട കൊട്ടുന്ന പോലെ കിടന്ന് ഇടിക്കുകയായിരുന്നു. ഒരു ഉച്ച സമയത്ത് എന്തിനിങ്ങനെ ഞാൻ വെട്ടി വേർത്ത് ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ അന്ന് ആ മദ്യപാനത്തിന് വിടുതലായി. ദൈവം തൊട്ടാൽ, നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടാൽ, ഏത് എഴുന്നേക്കാത്തവനും എഴുന്നേൽക്കും, ഏത് പരിഹരിക്കപ്പെടാത്തതും പരിഹരിക്കപ്പെടും. കർത്താവിൻ്റെ കുഞ്ഞെ, നിന്റെ ജീവിതത്തിൻ്റെ ദൗർബല്യങ്ങളും പ്രശ്നങ്ങളും, നീ ഇന്ന് നേരിടുന്ന തലവേദന നിറഞ്ഞ വിഷയങ്ങളും ദൈവത്തിനെ കൊണ്ട് മാത്രമേ പരിഹരിപ്പാൻ കഴിയുള്ളൂ. എന്നാൽ ആ കാര്യം കർത്താവ് ഇന്ന് നിനക്ക് വേണ്ടി ചെയ്യുകയാണ്. നിങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ ഒരു അത്ഭുതം അർഹിക്കുന്നു. യേശു അത് നിനക്ക് വേണ്ടി ചെയ്യുകയാണ്. ചുമടും ഭാരവും ആയിരുന്നവൻ, അതായത് അയാൾക്ക് മറ്റൊരിടത്തേക്ക് പോകണമെങ്കിൽ ഈ പക്ഷപാതക്കാരനെ മറ്റുള്ളവർ ചുമന്നുകൊണ്ട് പോകണം. അങ്ങനെ ഒരു ചുമടും ഭാരവുമായിരുന്ന ഒരു മനുഷ്യൻ തൻ്റെ കിടക്ക എടുത്ത് തിരികെ വീട്ടിലേക്ക് പോകത്തക്ക വിധം യേശു അയാളെ തൊട്ടു. ആമേൻ. യേശു വീട്ടിലുണ്ട്. യേശു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ നാം കയറണം, സഭയിൽ നാം വരണം. ആ സഭയിലെത്തിയാൽ നമ്മൾ കിടന്നുപോയ ജീവിതത്തിൻ്റെ ശയ്യകളിൽ നിന്ന് പാപം മോചിച്ച് യേശു നമ്മളെ എഴുന്നേൽപ്പിക്കും. നമ്മളെ ബന്ധിച്ച ബന്ധനത്തിൻ്റെ പേരാണ് പാപം. ഞാൻ ആ വാക്കൊന്നുകൂടെ പറയട്ടെ. നമ്മളെ ബന്ധിച്ച ബന്ധനത്തിൻ്റെ പേരാണ് പാപം. യേശു ആ ബന്ധനം അഴിക്കും. ആരാണ് യേശു? പാപവിമോചകൻ, ബന്ധനം അഴിക്കുന്നവൻ. നമ്മുടെ ജീവിതത്തിൽ പിശാചിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തി പാപമായിരുന്നു. ആ പാപപ്രവൃത്തികൾ അഴിപ്പാൻ യേശു പ്രത്യക്ഷനായി. ഇന്നെൻ്റെ വാക്കുകളെ കേൾക്കുമ്പോൾ നിർവാഹമില്ലാതെ ജീവിതത്തിൻ്റെ ഏതോ ഒരു തുരുത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഇനി ആരാലും സഹായിക്കപ്പെടാൻ എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നുള്ള നിലയിൽ ഒറ്റപ്പെട്ടും മനോവ്യതയോടും കൂടി ആയിരിക്കുന്ന നിങ്ങളോടാണ് ഇന്നത്തെ ദൂത്. നീ കരയണ്ട, കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ അരികിലേക്ക് വരുന്നു. എന്നെ ദൈവം നിയോഗിച്ച് ഇപ്പോൾ വിട്ടിരിക്കുന്നത് നിങ്ങളോട് പറയാനാണ്. യേശുവിൻ്റെ സ്നേഹം നിങ്ങളെ തൊടുകയാണ്. പ്രിയമക്കളെ, കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ കരം നിങ്ങളെ ആഴമായി തൊടുകയാണ്. ഇതിനാൽ നിങ്ങൾക്ക് മാറ്റം വരും, ഇതിനാൽ നിങ്ങൾക്ക് ശാന്തി വരും, ഇതിനാൽ നിങ്ങളുടെ കാര്യങ്ങൾ ഭദ്രമാകും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ യേശുനാഥ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ദുരിതങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിപ്പാൻ അങ്ങ് ഇറങ്ങി വരണമേ. അങ്ങുള്ള വീട് പോലെ ഞങ്ങളുടെ ഭവനമായി തീരട്ടെ. ദൈവത്തിൻ്റെ സഭയുടെ സന്തോഷത്തിലേക്ക് ഞങ്ങളെ എല്ലാവരെയും പിന്നെയും ചേർത്ത് പിടിക്കുക. ലോകവ്യാപകമായി നീ ദൂത് കേട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി എൻ്റെ യേശു പ്രവർത്തിക്കുന്നു. ഞങ്ങളിപ്പോൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു? ആരെ ഓർത്ത്, എന്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു? ഞങ്ങളുടെ വിശ്വാസം കണ്ട് യേശു അതിന്മേൽ തൊടും എന്നുള്ള വാക്ക് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ്. ഞങ്ങളതിന് നന്ദി പറയുന്നു. പിതാവേ, സാമ്പത്തികമായ വഴികൾ ഇന്നത്തെ ദിവസം ഒരു ചലഞ്ചായി ജീവിതത്തിൽ നേരിടുന്നവർ, അവരെയെല്ലാം കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരം നിൻ്റെ കുഞ്ഞുങ്ങളോട് കൂടിയിരിക്കണം. രോഗശയ്യയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ സൗഖ്യമായി തീരണം. പൂർണ്ണമായ വിടുതലും ആശ്വാസവും എല്ലാവരുടെ മേലും തുറന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ പരമോന്നതമായ നാമത്തിൽ തന്നെ ആമേൻ. ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആരാധന സ്ഥലം പുതിയ ഇടത്തേക്ക് മാറിയതറിഞ്ഞല്ലോ അല്ലേ? കോട്ടയത്ത്
ലോഗോസ് ജംഗ്ഷനിൽ ബൈബിൾ സൊസൈറ്റിയുടെ അരികിലൂടെയുള്ള വഴിയെ മുകളിലേക്ക് കയറുമ്പോൾ പോലീസ് പരേഡ് ഗ്രൗണ്ടിന് ഇപ്പുറത്തായി റോഡിൻ്റെ വലതു ഭാഗത്തൊരു വലിയ ആൽമരം നിൽക്കുന്നു. ഈ ആൽമരം നിൽക്കുന്നതിൻ്റെ സൈഡിലായിട്ടുള്ള മന്നാകുളത്തിൽ ബിൽഡിങ്ങിലാണ് നമ്മുടെ ഇനി മുതലുള്ള ഫാസ്റ്റിംഗ് പ്രയറുകളും സൺഡേ ആരാധനകളും നടക്കുന്നത്. അതിൻ്റെ 7ാം നിലയിൽ ലിഫ്റ്റ് ഉപയോഗിക്കാം, കയറി വരാം. നിങ്ങൾ വരണം. കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ധാരാളമായ കർത്താവിൻ്റെ കൃപ നിങ്ങളെ പൊതിഞ്ഞു നിൽക്കുമാറാകട്ടെ. ആമേൻ.